പൊന്നാനിയിൽ സമദാനിയും KS ഹംസയും നിവേദിതയും BJP സ്ഥാനാർത്ഥിയും നേർക്കുനേർ പോരാടുമ്പോൾ പൊന്നാനി അപ്രതീക്ഷിതമായി വിധിയെഴുത്തിൽ എന്തെങ്കിലും കാത്തുവെച്ചിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. പൊന്നാനിയുടെ രാഷ്ട്രീയ മനസ്സിൽ ഒട്ടേറെ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുമായാണ് നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കൊപ്പം അതിഥികളായി പങ്കെടുക്കുന്നത് കഴിഞ്ഞ 2 ചർച്ചകളിലും നമുക്കൊപ്പം തീപാറുന്ന ആശയങ്ങളും വാദങ്ങളും കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച അതിഥികൾ തന്നെയാണ് ഇക്കുറിയും നമുക്കൊപ്പം. UDF പ്രതിനിധീകരിച്ച് PK നവാസ്, LDF പ്രതിനിധീകരിച്ച് അഫ്സൽ, BJP പ്രതിനിധീകരിച്ച് ഗിരീഷ് കുമാർ K. നമ്മൾ ആദ്യം തുടങ്ങുന്നത് PK നവാസിൽ നിന്ന്. PK നവാസ്, ഇന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നു. ഞാൻ കൗതുകപൂർവ്വം കാത്തിരുന്നത് അതിൽ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരാമർശമുണ്ടോ എന്നാണ്. ഈ പൊന്നാനി മണ്ഡലത്തിലടക്കം പൗരത്വ നിയമ ഭേദഗതി ഒരു പ്രധാന രാഷ്ട്രീയ വിഷയമായിരിക്കെ നിങ്ങളുടെ പ്രധാന ഘടകകക്ഷിയായി പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി ചട്ടങ്ങൾ റദ്ദു ചെയ്യുമെന്നില്ല. നിങ്ങൾ UDFിൽ ഇനി നിന്നുകൊണ്ട് എങ്ങനെയാണ് ഈ വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുക? തീർച്ചയായും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ ഇത് പുറത്തു വന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ വളരെ പ്രധാനമായി നമ്മളത് പരിശോധിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞ പോലെ ഓരോ ഘടകങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ സോഷ്യൽ ജസ്റ്റിസാണ്, ഇക്വിറ്റിയാണ്. എനിക്ക് തോന്നുന്നു സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നതും അതിന് തൊട്ട് താഴെ തന്നെ റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഗത്ത് വളരെ കൃത്യമായി പറയുന്നു, എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിച്ചു കൊണ്ടുപോകുന്ന ഒരു രാഷ്ട്രത്തിന്റെ ഇന്നലകളിലേക്കുള്ള ഒരു തിരിച്ചു നടപടികളെ കുറിച്ചാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് കോൺഗ്രസ് പറയുന്നു. അവിടെ നിങ്ങൾ ഈ പറയുന്ന CA ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിലക്കപ്പെടുമെന്ന കാര്യത്തിൽ തർക്കമില്ല, ഒന്നാമതായി. രണ്ടാമത്, ഈ CAയുടെ വിഷയത്തിലേക്ക് കോൺഗ്രസിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി വളരെയേറെ ദിവസങ്ങളായി നിരന്തരമായി ഇടതുപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ദയവ് ചെയ്ത് മാധ്യമങ്ങൾ അതിൽ പെട്ടുപോകരുത് എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം CA വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് തൊട്ട് മുൻപ് രാജ്യത്തിന്റെ പാർലമെന്റ് നടന്ന ചർച്ചയുണ്ട്. 2019 ചർച്ച നടക്കുമ്പോൾ അതിനെ നിരാകരിച്ചുകൊണ്ട് 9 അംഗങ്ങൾ പ്രതികരിച്ചു. ആ 9 അംഗങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരെടുത്ത് പരിശോധിക്കുക. ആദ്യം പ്രതികരിച്ചത്, ആ നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് അതിനോട് സംസാരിച്ചത് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവാണ്, ചൗധരിയാണ്. ആദ്യമായി പ്രതികരിച്ച അദ്ദേഹമാണ്. എന്ന് മാത്രമല്ല, എണ്ണം എടുത്ത് പരിശോധിച്ചാൽ UDFുമായി ബന്ധപ്പെട്ട ആളുകളല്ലാതെ, അല്ലെങ്കിൽ ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ആളുകളല്ലാതെ DMKയിൽ നിന്നൊരു പ്രതിനിധിയും തൃണമൂൽ കോൺഗ്രസ് മാത്രമാണ് പുറത്തുനിന്ന് ഒരാളുണ്ടായത്. പിന്നെ ഉവൈസിയുമാണ് ഉണ്ടായത്. ഈ പറയുന്ന മറ്റൊരു രാഷ്ട്രീയ പാർട്ടി അതോടൊപ്പം ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഒരു ബില്ല് രാജ്യത്തിന്റെ പാർലമെന്റിൽ വരുമ്പോൾ അതിനെ മെറിറ്റോറിയസ് ആയി ചർച്ച ചെയ്തുകൊണ്ട് അതിനെ നിരാകരിക്കാൻ കഴിയും വിധം വാദഗതികൾ ഉന്നയിച്ച് രാജ്യത്തിന്റെ പാർലമെന്റിന്റെ അകത്തു തന്നെ അതിനെ പ്രതിരോധിക്കാൻ ഊർജ്ജം കാണിച്ചിട്ടുള്ള കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെ ഒരു സംശയം മുന്നോട്ട് വെക്കുന്നത് ശരിയല്ല എന്നൊരു കാര്യമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അതായത് ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ വരുമ്പോൾ പാർലമെന്റിൽ കോൺഗ്രസ് നിലപാടെടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് പ്രകടന പത്രികയിൽ പറയാൻ കോൺഗ്രസിന് ഭയമുണ്ടോ എന്നതാണ് ചോദ്യം. ഒരു നിമിഷം, വയനാട് രാഹുൽ ഗാന്ധി എത്തിയപ്പോൾ നിങ്ങൾ ആവേശപൂർവ്വം നെഞ്ചിലേറ്റുന്ന നിങ്ങളുടെ പതാക നിങ്ങൾക്ക് ഉയർത്താൻ കഴിയാതെ പോയ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്തു പറഞ്ഞാൽ ഒരു ഭൂരിപക്ഷ രാഷ്ട്രീയത്തിന് കീഴ്പ്പെട്ടാണോ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്? വളരെ ദുർബലമായ ഒരു വാദമാണത്. നോക്കൂ, നിങ്ങൾ വയനാട് രാഹുൽ ഗാന്ധി വന്നപ്പോൾ ലീഗിന്റെ കൊടി കണ്ടില്ല, അവിടെ ഒരു പാർട്ടിയുടെയും കൊടി പിടിച്ചിട്ടില്ല. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി നമുക്ക് ഉത്തരവുണ്ട്. ഈ ചിത്രങ്ങളെ വളരെ വളരെ മോശമായ രൂപത്തിലേക്ക്, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കഴിഞ്ഞ തവണ BJP ഉപയോഗിച്ച് ഉത്തരേന്ത്യയിൽ എന്നതിന്റെ ബോധ്യം നമുക്കുണ്ട്. ഞാൻ പറഞ്ഞു മുഴുവനാക്കട്ടെ, പറഞ്ഞു പൂർണ്ണമായിട്ട് പറയാം. അങ്ങനെ ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നത്, രാജ്യത്തൊരു അന്തർദേശീയ വേദിയിൽ പോയി, അതും അമേരിക്കയിലെ ഒരു അന്തർദേശീയ വേദിയിൽ പോയി മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടിയെ കുറിച്ച് നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു സങ്കോചമില്ലാതെ വളരെ കൃത്യമായി അതൊരു മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ ഒരു കൊടിയുടെ പേരിലോ ഒരു കൊടിയുടെ നിറത്തിന്റെ പേരിലോ സംശയിക്കേണ്ട സാഹചര്യമില്ല മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്ക്. വയനാട് അല്ലെങ്കിൽ പൊന്നാനിയിൽ ഒരു UDF സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങളുടെ ചേതോവികാരമായ പച്ചക്കൊടിയടയാളം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അവകാശം നിഷേധിക്കപ്പെടുന്നു. അല്ല, നിങ്ങൾ പറയുന്നത് ശരിയാണ്. എപ്പോ ഞങ്ങളുടെ കൊടി മാത്രം പിടിക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ലല്ലോ. പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതാവാണ്. സ്വാഭാവികമായി അവിടെ മത്സരിക്കുന്ന ഇടതുപക്ഷമാണ്. അവിടെ ഇടതുപക്ഷത്തിന്റെ കൊടിയും ഞങ്ങളുടെ കൂടെ പിടിക്കേണ്ട കൊടിയാണ് കേരളത്തിന്റെ പുറത്ത്. അപ്പൊ ഇങ്ങനെ ഒരു കൊടി മാത്രമായി മാറ്റി നിർത്തുക, ഒരു കൊടി മാത്രമായി ചേർത്ത് പിടിക്കുകയും ചെയ്യും. മഹാരാഷ്ട്രയിൽ അതേ കോൺഗ്രസ് ശിവസേനയുടെ കൊടി ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർക്ക് ഈ പ്രശ്നമില്ല. പക്ഷേ വയനാട്ടിൽ നിങ്ങളുടെ കൊടി ഉയർത്തിപ്പിടിക്കുമ്പോൾ അവർ പ്രചരണത്തെ ഭയക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുന്നിൽ ഒരു കക്ഷി തന്നെയാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്. അത്തരം ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു ഫൈറ്റിന്റെ ചിത്രം പുറത്തേക്ക് പോകരുത് രാഷ്ട്രീയമായ ഒരു തീരുമാനമെടുത്താൽ നോക്കൂ അഫ്സൽ, അങ്ങനെ ഒരു ആർഗ്യുമെന്റിനെ കുറിച്ച് CPM ചിന്തിക്കാതെയാണോ ലീഗിന്റെ കൊടി താഴ്ത്തിവെക്കാൻ കോൺഗ്രസിലെ നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി എന്ന രീതിയിലുള്ള പ്രചരണം ഉണ്ടാവുന്നത്? അവിടെ കൊടി ഉയർത്താഞ്ഞത് എന്തുകൊണ്ടാണ്? രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്തത് എങ്ങനെയാണ്? അഫ്സൽ കേട്ടതല്ലേ? എന്റെ കുടുംബാംഗങ്ങളെ എന്നാണ് നിങ്ങളെ അടക്കം വിളിച്ചത്. കാരണം നിങ്ങൾ കേരളം വിട്ടാൽ ഒറ്റ മുന്നണിയുടെ ഭാഗമാണ്. അവിടെ കോൺഗ്രസിന്റെയോ ലീഗിന്റെയോ കൊടി ഉയർത്തുന്നത് CPI എന്ന സ്ഥാനാർത്ഥിയുടെ കൊടി അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന വിശാലമായ കാഴ്ചപ്പാടിലാണ്. കഴിഞ്ഞ തവണ
രാഹുൽ ഗാന്ധി ആദ്യമായി വയനാട്ടിലേക്ക് വന്ന സമയത്ത് ഇതേ കൊടിവിവാദം ഉണ്ടായ സമയത്ത് പറഞ്ഞ വിശദീകരണമല്ല ഇപ്പൊ പറയുന്നത്. മാറ്റമുണ്ട്. ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞ കാര്യമല്ല ഇന്ന് പറയുന്നത്. ഇന്നലെ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല, ആലോചിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഇന്ന് പറയുന്നു ഞങ്ങൾ മനഃപൂർവ്വം മാറ്റിയതാണ്, പുറത്ത് പ്രതികരണം കുപ്രചരണം ഉണ്ടാവുമെന്ന് കരുതി മാറ്റിയതാണ്. പച്ചക്കൊടി ഉള്ള രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് മാത്രമല്ലല്ലോ. പച്ചക്കൊടിയല്ലേ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിക്കുള്ളത്. ആ പച്ചക്കൊടി മാറ്റിയെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുവോ, കോൺഗ്രസ് ആവശ്യപ്പെടുവോ? അല്ല, അങ്ങനെ പ്രചരണത്തിന് വേണ്ടി വിഷക്കാഴ്ചകളുമായി ഇരിക്കുന്ന ഒരു കൂട്ടത്തിനിടയിലേക്ക് ആ ഒരു അവസരം ഒരുക്കി കൊടുക്കും. എന്തുകൊണ്ട് ആർജവമില്ല? ഇതേ വിഷയമാണ് CAA-യിലുള്ളത്. ഞാൻ പറയാം, ഞാൻ ഒന്ന് പൂർത്തീകരിക്കട്ടെ. ഇതേ വിഷയമാണ് CAA-യിലുള്ളത്. ഇപ്പൊ പ്രകടന പത്രികയുടെ കാര്യം പറഞ്ഞു, മാനിഫെസ്റ്റോയുടെ കാര്യം പറഞ്ഞു. മാനിഫെസ്റ്റോയുടെ കാര്യത്തിൽ BJP-യുടെ മാനിഫെസ്റ്റോ പറയുമ്പോ ഇതേ ഡയലോഗ് നവാസെ അതിലും ഉണ്ടാകും. അതല്ല കാര്യം. CAA പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? അങ്ങനെ പറയാത്ത കോൺഗ്രസിന്റെ കൂടെ കൂട്ടുകൂടുന്ന മുസ്ലിം ലീഗിനും നാട്ടുകാർ തിരിച്ചറിയും. അത് പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനതിലേ ഇങ്ങനെ ഇടപെടാൻ തീരുമാനിച്ച നമുക്ക് ഈ പാർലമെന്റിൽ പറഞ്ഞുകൊണ്ട് കാര്യം തീർന്നോ? 5 വർഷം മുമ്പാണ് നിയമം വരുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വലിയ താല്പര്യത്തോടു കൂടിയാണ് BJP നിയമത്തിന് ചട്ടം കൊണ്ടുവരുന്നത്. ഈ സമയത്ത് എന്തുകൊണ്ട് മിണ്ടുന്നില്ല? മാനിഫെസ്റ്റോ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെയോട് നിങ്ങളുടെ മീഡിയക്കാർ ചോദിച്ചതല്ലേ എന്തായിരുന്നു പുച്ഛിച്ച ചിരി? ഞങ്ങൾ രാത്രി ആലോചിച്ച് മറുപടി പറയാമെന്ന് പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ 14 ദിവസം പിന്നിട്ടല്ലോ, ഇതുവരെ നിലപാട് പറഞ്ഞോ? രാഹുൽ ഗാന്ധി യാത്ര നടത്തിയല്ലോ, വയനാട്ടിലെത്തിയല്ലോ. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരോട് ഇതാ CAA ഞങ്ങൾ റദ്ദാക്കുമെന്ന് പറയാൻ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് കരുത്തില്ല? മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് തീവ്ര ഹിന്ദുത്വത്തോട് RSSനോട് മൃദു ഹിന്ദുത്വം സ്വീകരിച്ച് ജയിച്ചു കയറാമെന്നുള്ള വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് ഇന്നും കോൺഗ്രസ് ഉള്ളത്. ആ വിഡ്ഢികൾക്ക് പാട്ടുപാടുകയാണ് മുസ്ലിം ലീഗ് ചെയ്യുന്നത്. സമുദായത്തോട്, മുസ്ലിം സമുദായത്തോട്, തങ്ങൾ പ്രതിനിധീകരിക്കുന്ന വിഭാഗത്തോട് ഒരു കൂറുമില്ലാതെയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസിനോട് ചോദിക്കാൻ വേണ്ടി തയ്യാറാകണം, കോൺഗ്രസ് എന്തുകൊണ്ട് നിലപാട് സ്വീകരിക്കുന്നില്ല? CAA വിഷയത്തിൽ മാനിഫെസ്റ്റോയിൽ പോലും ഞങ്ങൾ CPM-ന്റെ മാനിഫെസ്റ്റോ ഇറങ്ങിയല്ലോ, വളരെ കൃത്യമായി പറഞ്ഞല്ലോ. നിങ്ങളുടെ പോലെ അല്ലല്ലോ കോൺഗ്രസ്. ഇന്ത്യ മുഴുവൻ പരന്നു കിടക്കുന്ന ഒരു മഹാസാഗരമല്ല. ആ മഹാസാഗരത്തിൽ സ്വാഭാവികമായി നിങ്ങളൊരു സംസ്ഥാനത്തോ 2 സംസ്ഥാനത്തോ ഉള്ള ചെറിയൊരു തോടാണ്. നാളെ കടലോ കായലോ ഒക്കെ ആകുമായിരിക്കും. പക്ഷേ ആ മഹാസാഗരത്തെ നിങ്ങൾക്ക് ഉപമിക്കാൻ കഴിയില്ലല്ലോ. ആ മഹാസാഗരത്തിന്റെ തിര പോലെ അല്ലല്ലോ കായലിന്റെ തിര. ഈ മഹാസാഗരത്തിന് നിലപാട് വേണ്ടാണോ പറയുന്നത്? മഹാസാഗരത്തിന് നിലപാടുണ്ട്, പക്ഷേ തന്ത്രപരമായി വേണ്ടേ? എന്താണ് തന്ത്രം? എന്താണ്? നോക്കൂ, BJP ഒരുക്കി വെച്ചിരിക്കുന്ന പ്രചരണത്തിന്റെ കെണിയിലേക്ക് നിന്ന് വീഴണോ എന്നതാണ് ചോദ്യം. അപ്പൊ എളുപ്പമല്ലേ BJP വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റു വിളിച്ചാ പോരെ? അല്ലല്ലോ. അപ്പൊ BJP വിളിക്കുന്ന മുദ്രാവാക്യം ഏറ്റു വിളിച്ചാ പോരെ? രാഹുൽ ഗാന്ധി സഞ്ചരിക്കുകയല്ലേ? തന്ത്രമാണെങ്കിൽ അങ്ങനെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയല്ലേ? സഞ്ചരിക്കുന്നത് എങ്ങനെയാ? സഞ്ചരിക്കുന്നത് എങ്ങനെയാ? കേരളത്തിൽ മുഴുവൻ പാന്റും ടീഷർട്ടും കൊണ്ട് നടക്കുന്നു, കർണാടകയിലേക്ക് എത്തിയാൽ ഹനുമാന്റെ വേഷം കിട്ടുന്നു. ഈ സഞ്ചാരമാണ് പ്രശ്നം. ഈ സഞ്ചാരമാണ് പ്രശ്നം. എവിടെയാണ് മൃദു ഹിന്ദുത്വം പ്രയോഗിക്കേണ്ടത്? എങ്ങനെയാണ് ബാബർ മസ്ജിദ് തകർക്കപ്പെട്ടത്? രാജീവ് ഗാന്ധി എന്താണോ ചെയ്തത് അത് തന്നെ ചെയ്യാണ്. രാജീവ് ഗാന്ധി വെച്ചത് അത് തന്നെ ചെയ്യുന്നത്. അഫ്സലിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ കഴിയുക എന്ന് പറയുന്ന പ്രശ്നമുണ്ട്. കാരണം കേരളത്തിൽ ഇങ്ങനെയാണ് അല്ലെ, രാഹുൽ ഗാന്ധി നടന്നത് പാന്റ് ഷർട്ട്, അപ്പുറത്ത് ഹനുമാൻ വേഷം കെട്ടുകയാണ്. ആ രാഹുൽ ഗാന്ധിയെ പിടിച്ചല്ലേ ഇവർ ഇന്ത്യ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഈ സംവിധാനം ഉപയോഗപ്പെടുന്നത്. ആ തമിഴ്നാട്ടിലെ 2 ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, എന്റെ ചോദ്യം ഞാനൊന്ന് പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഈ തമിഴ്നാട്ടിൽ വന്ന് രാഹുൽ ഗാന്ധി അങ്ങനെ കോലം കെട്ടുന്നു. ആ ജാഥയുടെ സമാപനത്തിൽ നമ്മൾ കണ്ട ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷയോട് കൂടി നോക്കി നിൽക്കുന്ന ഒരു ഘട്ടം. ആ ഘട്ടത്തിൽ പറയാൻ ഞങ്ങൾ ആ ജാഥയിലേക്ക് ഇല്ല. ഇങ്ങനെ രാഹുൽ ഗാന്ധിയെ നിരാകരിച്ച് അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞ് കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് 63 സീറ്റിലാണ് ആകെ മത്സരിക്കുന്നത്. 543 പാർലമെന്റ് സീറ്റ് ഉണ്ട് ഇന്ത്യയിൽ. എങ്ങനെയാണ് ഇവർക്ക് സാധ്യമാവുക? ഞാൻ എന്റെ നാട്ടിൽ സാധാരണ പറയാറുണ്ട്, പറയാം, എന്റെ നാട്ടിൽ ഈ ടോൾ പിരിവ് നടത്തുന്ന ഒരു പിരിവിനെ കുറിച്ച് കഥ പറയാറുണ്ട്. ആളുകൾ വണ്ടി വാഹനമായിട്ട് വരുന്നു, ഒരാളവിടെ ഇരിക്കുന്നുണ്ട്, ആളുകൾ പ്രദേശത്തുകാർ ടോൾ പിരിവ് കൊടുക്കാൻ തയ്യാറാവും, ഞാൻ ഇവിടുന്ന് എണീക്കുന്നു പറയാം. അവസാനം കുറച്ച് ഒരാൾ വന്നപ്പോൾ പറഞ്ഞു, എന്നാ നീ ഒന്ന് എണീക്ക് കാണട്ടെ എന്ന്. എണീക്കാൻ നോക്കുമ്പോൾ എണീക്കാൻ പറ്റുന്നില്ല, കാരണം അരക്ക് താഴെ തളർന്നു കിടക്കുകയാണ്. എന്ന പോലെയാണ് CPM-ന്റെ അവസ്ഥ. ഇവർക്ക് പാർലമെന്റിൽ എത്താൻ കോൺഗ്രസ് വേണം, പക്ഷെ ഡയലോഗ് അടിക്കുമ്പോൾ ആ ചിന്ത ഒന്നും ഇവരുടെ കയ്യിലില്ല. ഡയലോഗ് അടിച്ചു പോവാൻ. ഞാൻ പറയുന്നത് കോൺഗ്രസ് അല്ലാത്തൊരു ബദൽ ഇന്ത്യയിൽ മറ്റൊന്നില്ല എന്ന് അഫ്സൽ ആദ്യം സമ്മതിക്കണം.
അത് സമ്മതിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. രാഹുൽ ഗാന്ധി അല്ലാത്ത മറ്റൊരു നേതാവിനെ ആരെയാ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ കഴിയുക? ഒരാളെ പേര് നിങ്ങൾ ഇന്ത്യൻ ഒരു ഇന്ത്യയിൽ ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷ നോക്കി കാണുമ്പോൾ ഇങ്ങനെ ദുർബലമായ വാദങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പുച്ഛുന്ന ഒരു സമീപനത്തിൽ നിന്ന് ഒരു പുതിയ ചെറുപ്പക്കാരൻ രീതി നിങ്ങൾ പിന്നോട്ട് പോകണം. നോക്കൂ, ഞാൻ പറയട്ടെ, ഇപ്പൊ CAA കുറിച്ച് നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങൾ ചോദിക്കട്ടെ, CAA കുറിച്ച് നിങ്ങൾ പറയുന്നു കോൺഗ്രസ് മൃദു ഇന്ത്യത്തെ സമീപിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, രാജ്യത്ത് സ്കോളർഷിപ്പ് സംവിധാനം നിർത്തലാക്കി സെൻട്രൽ ഗവൺമെന്റ്, പകരം ഇതുവരെ ഒരു സ്കോളർഷിപ്പ് കൊണ്ടുവന്നു. കെടാവിളക്ക് എന്ന അതിന്റെ പേര്, അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇല്ലല്ലോ, ബാക്കി 47 വിഭാഗങ്ങളുണ്ട്. എന്താ നിങ്ങൾ അങ്ങനെ സമീപനം സ്വീകരിക്കാനുള്ള കാരണം? നിങ്ങളാണോ രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? മാത്രമല്ല, സവർണ്ണ സംവരണം രാജ്യത്ത് നടപ്പിലാക്കിയപ്പോൾ ആ സവർണ്ണ സംവരണം നടപ്പിലാക്കിയ ആദ്യത്തെ സ്റ്റേറ്റിന്റെ പേര് കേരളം എന്നാണ്. ഇവരാണോ മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? UAPയെ വ്യക്തികളിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ നിയമം കൊണ്ടുവന്നപ്പോ ആദ്യത്തെ അറസ്റ്റ് നടന്നത് അത് കേരളത്തിലാണ്. ഇവരാണോ രാജ്യത്തെ മുസ്ലിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത്? വേണ്ട. ഇനിയിപ്പോ ഇവരെ പറഞ്ഞല്ലോ ഈ വയനാടിനെ കുറിച്ച്, വയനാട്ടിലെ പതാകയെ കഴിഞ്ഞ തവണ BJP ദുരുപയോഗം ചെയ്തു. ശരിയാണ്. ഞാൻ പറയട്ടെ, മലപ്പുറത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോ ആ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായി PK കുഞ്ഞാലിക്കുട്ടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോ മലപ്പുറത്തിന് ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞ് ഇവരുടെ മനസ്സും BJPയുടെ മനസ്സും തമ്മിൽ എന്ത് വ്യത്യാസം? ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ അവസാനിപ്പിച്ചോട്ടെ. ഇവൻ പറഞ്ഞ പോലെ ഈ ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഹമ്മദ് പട്ടേൽ ഗുജറാത്തിന് മുഖ്യമന്ത്രിയാകുമെന്ന് പറഞ്ഞ് ഒരു വ്യാജ പ്രചരണം RSSകാരൻ ഇറക്കിയിരുന്നു. നമുക്കറിയാം, വർഗീയമായി BJP അത് പറയും, RSS അത് പറയും, അവരുടെ അജണ്ട ഏതാണ്. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണിയും അതുപോലെ തന്നെ അമീറും ഭരിക്കുമെന്ന് പറഞ്ഞത് ഇവരായിരുന്നില്ലേ? ഒരു ന്യൂനപക്ഷ ഏകീകരണമെന്ന് പറഞ്ഞ ഇവരായിരുന്നില്ലേ? മുസ്ലിങ്ങളുടെ നേതൃത്വം നിങ്ങൾ ഏറ്റെടുക്കണ്ട. അവർക്ക് സ്വന്തമായി ഒരു കാലിൽ നിൽക്കാൻ മുസ്ലിം ലീഗ് മുസ്ലിങ്ങളുടെ ആകെ അട്ടിപ്പിറവകാശം ഏറ്റെടുക്കണ്ട. അതുകൂടെ പറയാം. ഇവിടെ മുസ്ലിം ലീഗ് അല്ലാത്ത മുസ്ലിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് ആകെ മുസ്ലിങ്ങളുടെ സംഘടനകൾ പ്രചരണം കൊടുക്കണ്ട. ഇവിടെ പറഞ്ഞ കാര്യം, രാഹുൽ ഗാന്ധി അല്ലാതെ വേറൊരു നേതാവ് ഉണ്ടോ എന്ന ചോദ്യം. ഇവിടെ ഈ രാജ്യത്തിന്റെ ചരിത്രം MSFന് സ്റ്റേറ്റ് പ്രസിഡന്റ് അറിയില്ലേ? കോൺഗ്രസിനെ മാറ്റി നിർത്തി BJP എല്ലാ സർക്കാർ വന്നിട്ടില്ലേ? ഈ രാജ്യത്തുണ്ടായിട്ടില്ലേ? എന്താ 40 സീറ്റുള്ള കോൺഗ്രസ് ഈ രാജ്യമാകെ പടർന്ന് പന്തലിച്ച് കിടക്കാനുള്ള ധാരണ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. 20% വോട്ടുണ്ട് അവർക്ക്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞ കാര്യം എന്താ? കൊടിയുടെ കാര്യം നിലപാട് കൃത്യമായി പറയണം. എന്തുകൊണ്ട് മുസ്ലിം ലീഗിന്റെ കൊടി പച്ച പതാക മാത്രം പ്രശ്നമാകുന്നു? മുസ്ലിം ലീഗിന്റെ മുമ്പിൽ മുസ്ലിം എന്ന പേരുണ്ട്. കോൺഗ്രസിനാണ് ഇസ്ലാമോഫോബിയ. അതാണ് പ്രശ്നം. RSSനെ ജയിക്കാൻ വേണ്ടി, തീവ്ര ഹിന്ദുത്വത്തെ എതിർക്കാൻ വേണ്ടി മൃദു ഹിന്ദുത്വം ഏറ്റെടുത്ത് നടത്തുന്നു. നിലപാട് പറയണം. നിലപാട് പറഞ്ഞ് മതനിരപേക്ഷയുടെ തറയിൽ ഉറച്ചു നിന്നാണ് RSSനെ എതിരിടേണ്ടത്. ഞങ്ങൾക്കൊരു മടിയുമില്ല. ചോദിച്ചോട്ടെ, ഞാൻ ഗിരീഷിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ കാസ്റ്റ് സെൻസസിനെ കുറിച്ച് പറഞ്ഞല്ലോ. രാജ്യം മുഴുവൻ സംസ്ഥാനത്തേക്ക് വരുമ്പോ കാസ്റ്റ് സെൻസസിന്റെ കാര്യത്തിൽ മറ്റൊരു നിലപാട് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്താ? ഒരു ദിവസം തുടങ്ങി നടത്തേണ്ടെന്ന് CPM പറഞ്ഞു. CPM എങ്ങനെയാ കൊടുത്ത? സുപ്രീം കോടതിയിൽ കൊടുത്തത് എന്താ? സുപ്രീം കോടതിയിൽ പറഞ്ഞത് കേന്ദ്രമാണ് നടത്തേണ്ടത് എന്നാണ്. പക്ഷേ സുപ്രീം കോടതിയിൽ ഉത്തരവിൽ സംസ്ഥാനത്തിന് തീരുമാനിക്കാം. ബീഹാർ അത് ചെയ്തു, പ്രമേയം പാസാക്കി. പ്രമേയത്തിലുണ്ടല്ലോ സാർ. കുറ്റം പറയുമ്പോൾ ജാതി സെൻസസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണ് അഫ്സൽ. നിലപാട് ജാതി സെൻസസ് നടത്തണമെന്നുള്ളതാണ്. കേരളത്തിൽ അങ്ങനല്ല. അത് ഇന്നും ഇന്നലെയുമുള്ള നിലപാടല്ല. ഇന്നും ഇന്നലെയുള്ള നിലപാടല്ല. കേരളത്തിലും ജാതി സെൻസസ് നടത്തും. ഇവിടെ നവാസിന് ഒരുപാട് സമയം കൊടുത്തല്ലോ. ഞാൻ പറയട്ടെ, ജാതി വിഷയവും മതവിഷയവും ഒന്നും കേരളത്തിലെ പോലെ അല്ലല്ലോ പുറത്തുള്ളത്. കേരളമാണോ പുറത്ത് ഇന്ത്യ? കേരളത്തിലെ ജാതീയതയാണോ പുറത്തുള്ളത്? കോൺഗ്രസ് ഭരിക്കുന്ന നാട്ടിൽ എന്താണ് ജാതീയത? എന്താണ് അവസ്ഥ? അപ്പോ അതിനെ കുറിച്ച് പറഞ്ഞ് കേരളത്തിൽ കെടാവിളക്കിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ പറഞ്ഞ എന്താ? കെടാവിളക്ക് പദ്ധതി കൊണ്ടുവന്നത് പ്രശ്നമാണോ? BJP സർക്കാർ ഗിരീഷിലേക്ക് പോകണം. എനിക്ക് ഒരു അതിഥിയെ കൂടി ക്ഷണിക്കാനുണ്ട്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്ത് ഇവിടെ അവസാനിപ്പിച്ചപ്പോൾ മണ്ഡലത്തിലേക്ക് ലീഗുകാർ പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയാൽ കീഴടങ്ങുന്നവരല്ലോട്ടെ. നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിക്കോ. നിങ്ങൾക്ക് അങ്ങനെ പല അത് തന്നെ പറയുന്നത്. BJP സർക്കാർ നിർത്തലാക്കിയ കെടാവിളക്ക് പദ്ധതി ഇവിടെ നടപ്പിലാക്കി. ഒരു മണിക്കൂറൂടെ കഴിയുമ്പോൾ, ഏകദേശം ഒരു മണിക്കൂറൂടെ കഴിയുമ്പോൾ നമ്മുടെയൊക്കെ ദൂരദർശനിൽ കേരള സ്റ്റോറി എന്ന പേരിൽ ഒരു
ഒരു സിനിമ വരാൻ പോവുകയാണ്. ഒരുപക്ഷെ വിഭാഗീയമായി നമ്മളെ ഇത്രയും അധികം വേർതിരിക്കുന്ന ഒരു സിനിമ എന്ന രീതിയിലാണ് ആ സിനിമയെ പൊതുസമൂഹം കാണുന്നത്. അത്തരത്തിൽ എല്ലാ അടവുകളും പയറ്റിയാണ് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ഇവിടെ ഏകദേശം 66% മുസ്ലിങ്ങൾ വോട്ട് ബാങ്കുള്ള ഒരു മണ്ഡലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ആത്മവിശ്വാസത്തോടു കൂടി വോട്ട് ചോദിക്കാൻ കഴിയുക? പ്രിയപ്പെട്ട അരുൺജി, ഇപ്പോൾ ഇവിടെ ഇത്ര നേരം ഈ രണ്ട് കൂട്ടരും കൂടിയിട്ടുള്ള ബഹളങ്ങളുണ്ട്. ഈ പച്ചയായ വർഗീയത രണ്ട് കൂട്ടരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ എന്തുകൊണ്ട് ഇവർ തയ്യാറാവുന്നില്ല? ഇവർ ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ഞാനും പൊന്നാനിക്കാരനാണ്. ഈ പൊന്നാനി നമുക്കറിയാം ഭൂരിപക്ഷം മുസ്ലിം പ്രദേശമാണ്, ഭൂരിപക്ഷ പ്രദേശമാണ്. സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ധാരാളം മുസ്ലിം പൊതുസമൂഹം ഇവിടെ ഉണ്ട്. പക്ഷെ ഇവരെ പറഞ്ഞു പറ്റിക്കുന്ന രണ്ട് മുന്നണികളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ രണ്ട് കൂട്ടർക്ക് ഇത്ര നേരം പറഞ്ഞ സമയത്തും ഒരു വികസന കാര്യം പോലും മുന്നോട്ട് വയ്ക്കേണ്ടായിട്ടില്ല. നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം ജനോപകാരപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള പദ്ധതികൾ മുന്നിൽ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും അതിന്റെ ഒരു ആന്റി ഇൻകംപൻസി പോലും ഇല്ലാതെ സർക്കാരിന് അനുകൂലമായിട്ടുള്ള അന്തരീക്ഷത്തിൽ ഇന്ത്യയിലത്തെ 543 മണ്ഡലങ്ങളിലും ആത്മവിശ്വാസത്തോട് വോട്ട് പിടിക്കാൻ ഇറങ്ങിയിരിക്കുക. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ ഒക്കെ പിടിച്ച് ED എന്തിന് അകത്തിടണം? അരവിന്ദ് കെജ്രിവാൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന എത്ര മാസം മുമ്പ് ഈ കോൺഗ്രസ്സുകാരുടെ അവിടുത്തെ ഡൽഹി പ്രസിഡന്റ് കൊടുത്ത പരാതിയുടെ പേരിലല്ലേ 9 പ്രാവശ്യം അദ്ദേഹത്തെ ED രൂപ കണ്ടെടുത്തില്ലല്ലോ അദ്ദേഹത്തിന്റെ പക്കൽ. കോടതിന് മുന്നിലുള്ള കോടതി അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തു. കോടതി ഇന്ന് 14 ദിവസം, ഇപ്പൊ നിലവിൽ അദ്ദേഹം 14 ദിവസം റിമാൻഡിലാണ്. എന്തുകൊണ്ട്? ഒരു അങ്ങനെയാണെങ്കിൽ ഇവരുടെ വാദഗതിക്ക് എന്താ പറയാ കാമ്പുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കേണ്ടതല്ലേ? മാത്രമല്ല കഴിഞ്ഞ PMLA ആക്ട് 2018 മുതൽ വളരെ ഡ്രാക്കോണിയനായി തീർന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. BJP ഇത്തവണ ഭയക്കുന്നുണ്ടോ? നിങ്ങൾ ഈ 400 എന്നൊക്കെ ഉള്ളി പറയുക, അകത്ത് പോയി കിട്ടുകിട്ടാ വിറച്ചിരിക്കുകയാണെന്ന് പറയുന്നു. 180 പോലും കിട്ടുമെന്ന് സംശയം. ഒന്നുമില്ല. 4, 40, 400 കേരളത്തിൽ ഡബിൾ ഡിജിറ്റാ. ഇന്ത്യയിലെ 543 മണ്ഡലങ്ങളിൽ 543 മണ്ഡലങ്ങളിൽ എത്ര ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നുണ്ടോ അത്രയും ആത്മവിശ്വാസത്തോടെ തന്നെ കേരളത്തിലുണ്ട്. ഞങ്ങൾ പ്രവർത്തിക്കും. കേരളത്തിലുണ്ട്. പരാജയമോ രണ്ടാമത്തെ കാര്യം. പക്ഷെ നിങ്ങൾക്ക് 1,00,000-ലധികം വോട്ടുണ്ട്. എന്റെ ചോദ്യം അതല്ല. നിങ്ങൾക്ക് കേരളത്തിൽ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. നിങ്ങൾ കേരളത്തിലെ നോക്കൂ, എല്ലാ ബിഷപ്പുമാരും നിങ്ങൾക്കെതിരാണ്. കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ CA വിഷയം വന്നതോടുകൂടി പൂർണ്ണമായും നിങ്ങളിൽ അകന്നു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നിങ്ങൾ ജാതി പറഞ്ഞും നിങ്ങൾ മതം പറഞ്ഞും നിങ്ങൾ വോട്ട് തേടുന്നു എന്നൊരു പൊതു അഭിപ്രായം രൂപപ്പെടുന്നു എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അരുൺ കുമാറിന് മാത്രമുള്ള ആരോപണമാണ്. കേരളത്തിലത്തെ കേരളത്തിലെ പൊതുസമൂഹം മുഴുവൻ BJP നിരാകരിച്ചിട്ടുണ്ട്. പറഞ്ഞിട്ടില്ല. അല്ല, ബിഷപ്പുമാർ എന്താ പറയുന്നത്? നിങ്ങൾ നോക്കൂ, മണിപ്പൂർ ഇത്തവണത്തെ ഈസ്റ്റർ സന്ദേശം നമ്മൾ കണ്ടതല്ലേ? ഏറ്റവും ദുർബലനായ വ്യക്തിക്കും ഭയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ രാജ്യം അപകടത്തിലാണെന്ന് പറഞ്ഞത് ബിഷപ്പാണ്. അതേ ബിഷപ്പ്മാർ തന്നെ പറഞ്ഞു അവിടെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്. അവിടെ പള്ളികൾ മാത്രമല്ല മറ്റു ആരാധനകൾ. ഞാൻ മണിപ്പൂരിന്റെ കാര്യം മാത്രമല്ല, ഞാൻ മൊത്തത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. എന്റെ ചോദ്യം ഇതാണ് സാർ, അതായത് ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തേടാനുള്ള ആത്മവിശ്വാസം BJPക്ക് കേരളത്തിൽ ഉണ്ടോ എന്നതാണ് എന്റെ ചോദ്യം. തീർച്ചയായിട്ടും അതാ പറഞ്ഞത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ പൊന്നാനി ഉൾപ്പെടുന്ന ന്യൂനപക്ഷ സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഭൂരിപക്ഷമുള്ള ഇവിടെയും പാസ്സാക്കിയിട്ടുള്ള നരേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതികൾ പോലും ഒരു വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ള. എനിക്ക് നോക്കൂ, സ്കോളർഷിപ്പ് പദ്ധതിയിൽ നിന്ന് എന്തിനാണ് മുസ്ലിങ്ങളെ ഒഴിവാക്കിയത്? അതൊക്കെ ഒരു വിഷയം മാത്രം എടുത്തു കാട്ടിക്കൊണ്ട് അങ്ങനെയാണെങ്കിൽ നേരത്തെ എന്താ പറയാ ഹിന്ദുവിന്റെയും ക്രിസ്ത്യന്റെയും വിഷയം പറയുന്നു. ഏതെങ്കിലും ഒരു വിഷയം എടുത്തു കാട്ടിക്കൊണ്ട് പൊതുവിഷയങ്ങളെ കൂടി പറയുന്നു. ആസാദ് സ്കോളർഷിപ്പിന്റെ പേരിൽ, മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പേരിലുള്ള സ്കോളർഷിപ്പ് നിങ്ങൾ റദ്ദ് ചെയ്യുന്നു. അത് മുസ്ലിം വിഭാഗങ്ങൾക്ക് ഗുണകരമാണ്. പൗരത്വ വിഷയം എടുക്കുമ്പോൾ അതിൽ മുസ്ലിം വിഭാഗത്തെ തരംതിരിച്ച് നിങ്ങൾ ഒഴിവാക്കുന്നു. അതും ആ വിഭാഗത്തെ അപരവൽക്കരിക്കുന്നു. ഈ അപരവൽക്കരണമാണ് പ്രശ്നം സാർ. സ്വാതന്ത്ര്യം നേടിയുള്ള സമയത്ത് ഉണ്ടായിട്ടുള്ള നിയമത്തിന്റെ റൂൾസിൽ മാത്രമേ ചേഞ്ചസ് വരൂ. ആ ചേഞ്ചിൽ മതം വന്നു, അതാണ് പ്രശ്നം. അത് അന്നുള്ളതാണ്. അന്ന് മതമില്ല. മതവിരുദ്ധമായ മതനിരാസമുള്ള പൗരത്വമാണ് ഇന്ത്യയുടെ. നമ്മൾ 3 അയൽ രാജ്യങ്ങളിലെ എന്താ പറയാ ഹിന്ദുക്കൾ, അഫ്ഗാനിസ്ഥാൻ നമ്മുടെ തൊട്ടയൽ രാജ്യമല്ല, അതും ആലോചിക്കണം. ഒരു നിമിഷം നമുക്ക് അതിലേക്ക് പോകണം. പൗരത്വം നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ്. ഇനി പൊന്നാനി മണ്ഡലത്തിലേക്ക് എത്തിയാൽ, പൊന്നാനി മണ്ഡലത്തിൽ നിങ്ങളുടെ ആത്മവിശ്വാസം സിംഗിൾ പോയിന്റ് നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയാണോ? തീർച്ചയായിട്ടും 100%. ഞാൻ പറഞ്ഞല്ലോ 543 മണ്ഡലങ്ങളിലും ഞങ്ങൾ എങ്ങനെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്നു. അതുപോലെ ഈ പൊന്നാനിയിൽ ഈ കടപ്പുറം കൂടുതൽ നമുക്ക് നിൽക്കുന്നത് 100 മീറ്റർ അപ്പുറത്ത് കടപ്പുറത്താണ്. ഈ കടപ്പുറം പ്രദേശത്തും PM മത്സ്യമതി യോജന ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ PM JVKയുടെ കീഴിൽ 5 സ്കൂളുകൾ പൂർണ്ണമായിട്ട്
പൂർണ്ണമായിട്ടും കേന്ദ്ര ഫണ്ട് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള അത്തരം അങ്ങനെ എണ്ണിയാൽ പറയാത്ത ഒരുപാട് പദ്ധതികൾ ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള. പക്ഷെ നമ്മുടെ രാജ്യത്ത് എല്ലാ റാങ്കിങ്ങുകളിലും കേരളം 1-ാം സ്ഥാനത്താണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. നീതി ആയോഗ് പറയുന്നത് BJP ഭരിക്കാത്ത കേരളം ഇന്ത്യയിൽ 1-ാം സ്ഥാനത്ത്, ചുരുങ്ങിയത് 21 മാനദണ്ഡങ്ങളിൽ 1-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മോദിയുടെ ഗുണമാണോ അതോ കേരളത്തിലെ ഇടതും ഐക്യജനാധിപത്യ മുന്നണിയുടെയും ഗുണമാണോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ഇപ്പോ എല്ലാ ചർച്ചകളിലും വരാറുണ്ട്. ഇപ്പൊ ഇവിടെ തന്നെ പറയാറുണ്ട് കേന്ദ്ര ഇവിടുത്തെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരാവട്ടെ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സമയത്ത് ഇവർക്ക് ഉണ്ടായിരുന്നില്ല. ഇവര് ഈ കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളുടെ ഗുണഭോക്താക്കളായതുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ഗുണം കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ സർക്കാർ ഇതായിട്ടുള്ളത്. അത് കഴിഞ്ഞ 10 വർഷമായി മോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികളുടെ ഗുണഫലം ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. മറുപടി പറയട്ടെ പ്രതിപക്ഷം. നമുക്കൊരു ഇടവേള വേണം. ഇടവേള കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പൊന്നാനിയുടെ വോട്ടർമാരും നമുക്കൊപ്പം പ്രതികരിക്കും. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയത്തിൽ ചോദിക്കാം, എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം? LDFന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയാണ് ഐക്കണായിട്ട് ഇന്ത്യ മുന്നണി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ മുന്നണിയും BJPയും സീറ്റ് നിലയിൽ തുല്യ നിലയിലെത്തിയാൽ അഫ്സലിന്റെ പാർട്ടി ആരെയാണ് പിന്തുണക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. അപ്രസക്തമാണ്. ഒന്നാമത്തെ ചോദ്യം ഇന്ത്യ മുന്നണിയുടെ ഭാഗം തന്നെയാണ് CPM. ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് വിട്ടുനിന്നത് ഈ രാജ്യത്തെ എല്ലാവരും കണ്ട ഒരു കാര്യമാണ്. അതേപോലെ ഇത്തരത്തിലുള്ള ഒരു ശ്രമം വന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ ഇരിക്കുന്ന പല സഖാക്കളും രാഹുൽ ഗാന്ധിന്റെ സെൽഫി എടുക്കണമെന്ന് മനസ്സിലാഗ്രഹിക്കുകയും പുറത്തേക്ക് അത് കാണിക്കാനുള്ള പേടി കൊണ്ടാണ് അവർ നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, പൊന്നാനി നിയോജക മണ്ഡലം അടക്കം പൊന്നാനി പാർലമെന്റ് മണ്ഡലത്തിൽ CPMന് പ്രഗത്ഭരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നിലവിൽ സംഘടനാ സംവിധാനത്തിലുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം മറ്റുള്ള വ്യക്തിക്ക്, മുസ്ലിം ലീഗ് മൊഴി ചൊല്ലിയ ഒരു വ്യക്തിക്ക് അടിയറ വെച്ചിട്ട്, അതായത് കൂട്ടായി ബഷീറിനെ പോലെ അതേപോലെ ജ്യോതി ബസിനെ പോലെയുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി. ആ മണ്ഡലത്തിൽ അവരൊക്കെ മാറ്റി നിർത്തി പൊന്നാനിയിലെ പ്രിയങ്കരനായ EK ഇമ്പിച്ചി ബാബ മുതൽ അടിമ സഖാവ് വരെ നൽകിയ ഒരു പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് ചിഹ്നം കൊടുത്തത് എന്തുകൊണ്ട്? ഒരു ചോദ്യം കൂടി തിരിച്ച് താങ്കളോട്. പൊന്നാനി മണ്ഡലത്തിലും മലപ്പുറം മണ്ഡലത്തിലും ഈ പറയുന്ന സമദാനിയും ET മുഹമ്മദ് ബഷീറുമല്ലാതെ പുതിയ മുഖങ്ങളില്ലേ? നവാസിനെ ഞാൻ പറയാം. പാർലമെന്റിൽ പോവേണ്ടത് ഏതെങ്കിലും കഴിവുകെട്ട ആളുകളല്ല. അവിടെ പോവേണ്ടത് അവിടെ പോവേണ്ടത് ഭാഷാ സംബന്ധമായും ഇവിടത്തെ വിഷയങ്ങളെ കൃത്യമായി പഠിച്ചു പറയണമെന്ന ഉത്തമ ബോധ്യത്തിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ആളുകളെ മുസ്ലിം ലീഗ് പ്രതിനിധീകരിക്കുന്നത്. അതെ, അഫ്സലിനോടാണ് ചോദ്യം. നമ്മുടെ മുഖ്യമന്ത്രി ഈ പൗരത്വ ബില്ലിനെ കുറിച്ച് ഈ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഒരു പാസ്പോർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ കേരളത്തിന് ഒരിക്കലും പറ്റില്ല. ഇന്ത്യൻ ഗവൺമെന്റിനെ പറ്റൂ ഒരു പാസ്പോർട്ട് പൗരന് കൊടുക്കാൻ. അപ്പൊ ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് മുഖ്യമന്ത്രി എടുത്തത്. മാത്രമല്ല, മുൻകാലങ്ങളിൽ പൗരത്വ ബില്ലിനെതിരെ സമരം ചെയ്ത ആളുകളെ ഇന്നേ വരെ ആ കേസ് പിൻവലിച്ചിട്ടില്ല. ഇപ്പോഴും നിലവിൽ ആ ഫൈൻ അടപ്പിച്ചു. ഇപ്പോഴും നിലവില് ആളുകളെ കോടതിയിൽ ഇറങ്ങിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പൊ കേരളത്തെ ജനങ്ങളെ വഞ്ചിക്കുന്ന വിഡ്ഢികളാക്കുന്ന തീരുമാനമാണ് മുഖ്യമന്ത്രി. മറുപടി വോട്ട് മാത്രമാണ് ലക്ഷ്യം. ന്യൂനപക്ഷ വോട്ട് മാത്രമാണ്. ശരി, എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു അവസ്ഥ? UDFന്റെയും BJPയുടെയും ചോദ്യം. ഇവിടെ ഇത് ഒരു കടൽ തീരമാണ്. ഇവിടെ ഓരോ വർഷവും കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ BJPയുടെ ഏത് നേതാവാണ് ഇവിടെ വന്ന് സന്ദർശനം നടത്തിയിട്ടുള്ളത്? ഇവിടെ അതിനുവേണ്ടി എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത്? അതുപോലെ പൊന്നാനി MP എന്താണ് ഇവിടെ കടൽക്ഷോഭത്തിന് ഇവിടെ ചെയ്തിട്ടുള്ളത്? പിന്നെ സ്കൂളിന്റെ കാര്യം, ഒരു സ്കൂളിനെ പറ്റി നിങ്ങൾ പറയാൻ പറ്റുമോ? ഇവിടെ പൊന്നാനിയിൽ BJPയുടെ ഒരു സ്കൂളിന് നിങ്ങൾ ഫണ്ട് കൊടുക്കുന്നുള്ളത് പറയാൻ പറ്റുമോ? പിന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ പറഞ്ഞു ഇപ്പൊ 400 രജിസ്ട്രേഷൻ പുതുക്കാൻ 400 രൂപ 4300 നിയമം അങ്ങനെ പാസ്സായിട്ടുണ്ടല്ലോ. എന്താ പറയാനുള്ളത്? നിർബന്ധമായ മൊത്തത്തിൽ ആർക്കാ വോട്ട് കൊടുക്കുന്നത് തീരുമാനിക്കുന്നത് എന്തിന്റെ പുറത്തായിരിക്കും? ജനപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാ കൊടുക്കുന്നത്. അതാരാണ് ഈ മണ്ഡലത്തിൽ? LDF ആണോ UDF ആണോ BJP ആണോ? UDFിന്റെ മെമ്പർമാരാണ്. UDFിലെ മെമ്പർമാരാണ് പാർലമെന്റിൽ കഴിവ് തെളിയിച്ചത്. അവർ പോണം. എന്താ അവിടെ? അബ്ദുൾ സമദ് സമദാനി തന്നെ പാർലമെന്റിലേക്ക് പോകും. എന്താ സാധ്യത? സമദാനി തന്നെ പോകാനാണ് സാധ്യത.
ഓക്കെ, മണ്ഡലത്തിൽ എന്താ രാഷ്ട്രീയം? ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ഒന്ന് BJP-യോട് ചോദിക്കാനില്ല. കാരണം അവര് കേരളത്തിന്റെ പുറത്ത് അവര് വിലക്ക് വാങ്ങുന്ന ആൾക്കാരും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഉള്ള വോട്ടടക്കം കച്ചവടമാക്കുന്ന ആൾക്കാർ. അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് പ്രത്യേകിച്ച് അവരോടൊന്നും ചോദ്യമില്ല. ഞങ്ങൾക്ക് UDF-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നിട്ടുണ്ട്. ഇത്ര ദിവസമായിട്ടും AICC-യുടെ പ്രസിഡന്റ് ഖാർഗെയോട് ഡൽഹിയിൽ വെച്ചുള്ള മാധ്യമങ്ങൾക്ക് ചോദിച്ചത്, നിങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ പൗരത്വ ഭേദഗതി ബില്ല് നടപ്പിലാക്കുമെന്നാണ് ചോദിച്ചത്. അതിന് ഞങ്ങൾ ഉറങ്ങിയിട്ട് നാളെ പറയാന്ന് പറഞ്ഞുള്ളത്. ഇത്തരം ദിവസമായിട്ട് അത് പറയാൻ തയ്യാറായിട്ടില്ല. മാത്രല്ല ഇപ്പൊ ഉത്തരേന്ത്യയിൽ ഇപ്പൊ BJP-ക്കെതിരെ മത്സരിക്കേണ്ട അവരിപ്പോ എന്ത് ചെയ്യുക, പ്രധാനമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ഭൂരിപക്ഷം കിട്ടിയാൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഇന്ത്യ മുന്നണി തീരുമാനിക്കേണ്ടത് ആര് പ്രധാനമന്ത്രി ആവണമെന്നുള്ളത്. കോൺഗ്രസ് അല്ല. കോൺഗ്രസിനേക്കാൾ സീറ്റ് കൂടി കിട്ടിയ പാർട്ടി ഉണ്ടെങ്കിൽ അതിലാവും സ്ഥാനാർത്ഥി, ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി. അപ്പോ രാഹുൽ ഗാന്ധി UP-യിൽ നിന്ന് കേരളത്തിലേക്ക് ഓടി വന്നിട്ട് എന്ത് ചെയ്ത് ഈ ഇവിടെ മത്സരിക്കുമ്പോ ഇവിടുത്തെ ഘടകകക്ഷിയുടെ കൊടി പോലും BJP-യെ പേടിച്ച് ഒളിപ്പിച്ചു വെക്കേണ്ട അവസ്ഥയിൽ കൂടെ എത്തി. ഇവരെങ്ങനെയാണ് ഇന്ത്യയിലത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാതെ? ഒരു കൊടി സംരക്ഷിക്കാൻ പറ്റാത്ത കോൺഗ്രസ് സംരക്ഷിക്കാവോ? ഇപ്പൊ വയനാട്ടിൽ മാത്രമല്ല, കൊല്ലത്തും അത് മാറ്റി വെച്ചിട്ട് ഗതിയോടെ ഉണ്ട്. BJP-യെ തന്ത്രമാണ്. അവരുടെ ഒരു തന്ത്രമാണ് സാർ. നിങ്ങൾ BJP നാളെ പാകിസ്ഥാൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കാണണോ താങ്കൾക്ക്? അങ്ങനെ അവരുടെ കൊടി ലീഗിന്റെ കൊടി പ്രദർശിപ്പിക്കാൻ അവർക്ക് വയ്യാന്നുണ്ടെങ്കിൽ ലീഗിനെ മൊഴിയൊല്ലിക്കൂടെ? എന്തിനാണ് അവിശുദ്ധ ബന്ധമായിട്ട് കൂട്ടുകൂടി നടക്കുന്നത്? അവരെ കൊടി പ്രദർശിപ്പിക്കാൻ അവരെ വോട്ട് വേണമെന്ന് പറയുമ്പോ ഈ രണ്ട് തോണിയിൽ കാലിട്ട് എന്തിനാണ്? എന്താ ഒരവസ്ഥ മൊത്തത്തിൽ മണ്ഡലത്തിൽ പറഞ്ഞു? BJP പ്രതിനിധിയോട് ചോദിച്ചോളൂ. അവര് 10 വർഷം മുമ്പ് അധികാരത്തിൽ വരുന്ന സമയത്ത് പെട്രോളിന് 50 രൂപ ഇവിടെ ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞത്. സാർ, ഏത് പമ്പിലാണ് 50 രൂപക്ക് പെട്രോൾ കിട്ടണത്? അതൊന്ന് പറഞ്ഞു. 1 ലിറ്റർ കിട്ടും. പിന്നെ UDF പ്രതിനിധിയോട് ഒരു ചോദ്യം എനിക്കുണ്ട്. ഇവിടെ ഇന്ന് കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട്. അതില് രാജ്യത്തെ 30 കോടിയിലേറെ ജനങ്ങളെ ബാധിക്കുന്ന പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെതിരെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല. മുസ്ലിം ലീഗ് ഈ സാഹചര്യത്തിൽ ഈ കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്ന എന്തിനാണ്? ഓക്കെ, എന്താ മൊത്തത്തിൽ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ സാധ്യത? ഇവിടെ പൊന്നാനി ചോദിച്ചോളൂ. പരിസരത്ത് അരുൺകുമാറിനോടാണ് KS ഹംസ LDF സാരഥി ഒരു അഭിപ്രായം പറഞ്ഞത്. അദ്ദേഹം ഇവിടെ നിന്ന് ജയിച്ചു പോവാണെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ ഇവിടെ ജയിപ്പിച്ചുവിടുന്നു, പാർലമെന്റിൽ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ശബ്ദമുയർത്തുമെന്ന് പറഞ്ഞു. അതെ, ഒരുപാട് നമ്മുടെ കേരളത്തിൽ മത്സരിക്കുമ്പോൾ തൊട്ടടുത്ത വാളയാർ ചെക്ക് പോസ്റ്റിനപ്പുറം CPM-ന്റെ സ്ഥാനാർത്ഥികൾ തൊട്ടടുത്ത ദിവസം സന്ദർശിച്ചത് ഖാദർ മൊയ്തീൻ, ഇന്ത്യയുടെ മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ ഖാദർ മൊയ്തീന്റെ അടുത്ത് വന്നിട്ടാണ് ആശീർവാദം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട്. അതെ, കേരളത്തിൽ സൗഹൃദ മത്സരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവർക്ക് ദേശീയമായിട്ടുള്ള കാഴ്ചപ്പാടില്ല. കേരളത്തിലെ ഒരു നിലപാടും കേരളത്തിനപ്പുറം മറ്റൊരു നിലപാടാണ്. ഈ നിലപാടിന്റെ വൈരുദ്ധ്യം എന്താണെന്ന് LDF-ന്റെ പ്രതിനിധി വിശദീകരിക്കണം. ചോദ്യങ്ങളിലേക്ക് എത്തി. ഒറ്റ ചോദ്യം കൂടി, അതിനുശേഷം പറഞ്ഞു പെട്ടെന്ന്. ബംഗാൾ 35 വർഷം ഭരിച്ചിട്ട് ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ അവസ്ഥ എന്താണ്? പാർട്ടി ഓഫീസ് വരെ BJP-യിലേക്ക് പോയി. ത്രിപുരകാരൻ വട്ടപ്പൂച്ചാണ് നിലം പതിച്ചിരിക്കുന്നത്. പിന്നെ ലീഗിന്റെ പുറകിൽ നടന്നത് കേരളത്തില് ഗോവിന്ദൻ സാറ്, പിണറായി ലീഗിന് വർഗീയതല്ല, അവര് നന്നായിരിക്കുന്നു. കിട്ടൂലെന്ന് കണ്ടപ്പോഴ് മാറ്റിവെച്ചു. ആ ചെമ്പിലെ വെള്ളം തിളക്കാൻ പോകുന്നില്ല. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൂടെ വരുന്ന പ്രശ്നം. നിങ്ങൾക്ക് മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ കൂടുതൽ ഇഷ്ടവും താല്പര്യവും കോൺഗ്രസ് ആവുന്നത് എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും മതേതര മുന്നണിയാണ് ഇന്ത്യ നിലനിൽക്കുന്നത്. വയനാട്ടിൽ നിങ്ങൾ CPI-ക്കൊപ്പമോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ആയിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങളുടെ കൊടി ഇന്നലെ വയനാട്ടിൽ പാറി പറക്കില്ലായിരുന്നോ? സാറേ, ഇന്ത്യയുടെ പ്രശ്നം എന്ന് പറഞ്ഞാല് കൊടിയല്ല പ്രശ്നം. നിലവിലുള്ള ഇന്ത്യ നിലനിൽക്കണമോ എന്നതാണ് ഇന്ത്യയിൽ ഓരോ വോട്ടും ചോദിക്കുന്നത്. അതിനാണ് പ്രസക്തി. അതാണ് ഇന്ത്യയുടെ ആവശ്യം. അത് ജയിച്ചിരിക്കും UDF. അപ്പൊ നോക്കൂ, മറുപടി പറഞ്ഞോ. എനിക്ക് പ്രിയപ്പെട്ട സഖാവിനോട് ചോദിക്കാനുള്ളത്, ഇന്ത്യൻ പൗരത്വത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കപിൽ സിബൽ കപിൽ സിബൽ ശശി തരൂർ ശക്തമായി പ്രതികരിച്ചത് കണ്ടതാണ്. ശക്തമായ വോട്ട് 80 വോട്ടുകൾ കോൺഗ്രസ് അവിടെ ചെയ്തു. കോൺഗ്രസ് അടക്കം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. RSS BJP വളർന്നാലും കോൺഗ്രസ് വളരാൻ പാടില്ല എന്ന ഒരു മട്ടാണ് CPM-നുള്ളത്. മറ്റൊന്ന്,
അപ്പൊ എന്റെ സംശയം, നമ്മുടെ ഇന്ന് പുറത്തിറക്കിയ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഈ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്നത് കാണാൻ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിച്ചിരുന്നില്ലേ? അധികാരത്തിൽ വന്നതിന് ശേഷം തീരുമാനിക്കും. അത് പ്രകടന പത്രിക കാണേണ്ടിയിരുന്നില്ലേ? പ്രകടന പത്രിക കാണേണ്ടിയിരുന്നോ? അല്ല, എന്റെ സംശയത്തോളൂ. നോക്കൂ, സിപിഎമ്മിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമ ഭേദഗതി ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ റദ്ദു ചെയ്യുമെന്ന് പറയുന്നു. കോൺഗ്രസിന്റെ കാര്യത്തിൽ അവർ നിശബ്ദരായിരിക്കുന്നു. എന്തു പറയാമല്ലോ അല്ലേ? ഇവിടെ CPM-ന്റെ പ്രകടന പത്രികയില് CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ CA നടപ്പിലാക്കില്ല എന്ന് പറയുന്നു. ആകപ്പാടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ കുറച്ച് കാര്യങ്ങൾ തെരിയുണ്ടായിരുന്നു. ഈ പ്രാവശ്യം പറയട്ടെ ഇപ്രാവശ്യം 70-ൽ താഴെ 63 ആണെന്നാണ് എന്റെ ഒരു 63 സീറ്റിൽ 545-ൽ വെറും 63 മത്സരിച്ച ഇവരാണ് പറയുന്നത് ഇന്ത്യ ഭരിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടുത്ത പ്രധാനമന്ത്രി യെച്ചൂരി ആവുന്നു. എന്റെ ചോദ്യം ചോദ്യം വളരെ കൃത്യമാണ്. ഇവിടെ സഖാക്കളെ ഇന്ത്യ അലയൻസിനെ കുറിച്ച് വലിയ രീതിയിൽ വാചാലരാവുന്നത് നമ്മൾ കണ്ടു. ഇന്ത്യ അലയൻസിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലേക്ക് 2 അംഗങ്ങളെ കൊടുക്കാൻ മനസ്സില്ലാത്തവന്മാര് വലിയ രീതിയിൽ വലിയ വായിൽ വർത്താനം പറയാൻ കോർഡിനേഷൻ കമ്മിറ്റിയിൽ എന്തുകൊണ്ട് CPM ഇല്ല? അതാണ് ചോദ്യം. മറുപടി കേട്ടിട്ട് വരാം. ഈ റൗണ്ടിലെ മറുപടികൾ കൂട്ടി നോക്കൂ. താങ്കളോടുള്ള ചോദ്യം അടക്കമാണ്. നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം തന്നെയാണ് ഇവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടിയുടെ ചോദ്യമുണ്ട്, ഒപ്പം പ്രകടന പത്രികയിൽ CA ഇല്ലാത്തതുമുണ്ട്. ചുരുക്കിയ മറുപടി. ആദ്യം നേരത്തെ റൗണ്ടിൽ BJP പ്രതിനിധിയും CPM പ്രതിനിധിയും പറഞ്ഞ വിഷയത്തിൽ ഒരു പരാമർശം. ഒന്ന് അരുൺ പറഞ്ഞു BJP പ്രതിനിധിയോട് ഇവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ BJPക്ക് എതിരാണ്, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മുഴുവൻ BJPക്ക് എതിരാണ്, അവിടെ നിർത്തണ്ട, ഇവിടുത്തെ സനാതന ഹിന്ദുക്കളും BJPക്ക് എതിരാണ്, യഥാർത്ഥ ഹിന്ദു സമൂഹം BJPക്ക് എതിരാണ്. അതിൽ നിന്ന് ഈ കേരളത്തിൽ അവർക്ക് കാല് കുത്താൻ അവസരം കൊടുക്കാതെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കൂടി BJP വിരുദ്ധ മനസ്സിനോടൊപ്പം ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ടാണ് എന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തെ ഒന്ന്, നിങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മൗലാന ആസാദ് ഫെലോഷിപ്പ് എന്തിനാണ് നിർത്തലാക്കിയത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. ഈ ചാനൽ ചർച്ച ഇരിക്കുന്നവരൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത ചർച്ച ഒന്ന് കേൾക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവർ പറഞ്ഞ മറുപടി, അല്ല മുസ്ലിങ്ങളെ മാത്രം ഒഴിവാക്കിയതിനെ കുറിച്ച് ഞങ്ങൾക്ക് ന്യായമുണ്ട്, ആ ന്യായം എന്താണെന്ന് പറഞ്ഞില്ല, അത് പറയട്ടെ. അത് ചോദിക്കുമ്പോൾ എൻ്റെ അഫ്സൽ മൈക്കെടുത്ത് ചോദിക്കും അതെന്താ ന്യായം, ഇവർക്ക് അത് നടപ്പിലാക്കാം, ഇവിടെ പുറത്താക്കിയതാണല്ലോ, അപ്പൊ അത് പറയാൻ നിലയ്ക്ക് അതെന്താ ന്യായം എന്ന് ഇയാൾ അന്വേഷിക്കുകയാണ്. ഞാൻ പറയുന്നത്, ഞാനൊന്ന് പറയട്ടെ അഫ്സലെ, പറയട്ടെ. ഞാൻ ഈ റൗണ്ടിലും ചോദിക്കുന്ന ഒരു ചോദ്യം, 49 പിന്നോക്ക വിഭാഗങ്ങളിൽ 47 പേർക്ക് കെടാവിളക്കിലൂടെ ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, കെടാവിളക്ക് കെട്ടില്ല, അത് ആളി കത്തണം കേരളത്തിൽ. കാരണം എന്താണെന്നറിയോ, ഇവിടുത്തെ പാവപ്പെട്ട ക്രൈസ്തവ സമൂഹത്തിന്റെ കുട്ടികളോട് നിങ്ങൾക്ക് തരില്ല എന്ന് പറയാ CPM. ഇവിടുത്തെ മുസ്ലിം കുട്ടികളോട് പറയാം നിങ്ങൾക്ക് തരില്ല, ബാക്കി 47 പേർക്ക് കൊടുക്കുമെന്ന് പറയുമ്പോ അത് എന്തുകൊണ്ടെന്ന് പറയുന്ന ഉത്തരവാദിത്വം ഇവർക്കുണ്ട്. BJP പറയുന്ന ഉത്തരം തന്നെയാണോ CPM ഉത്തരം? ഇവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. 2 സമുദായത്തെ മാത്രം മാറ്റാൻ എന്ത് താല്പര്യമാണ് CPM ഉണ്ടായത്? BJPയുടെ താല്പര്യം ഞങ്ങൾക്ക് മനസ്സിലാവും, അത് വർഗീയമാണ്. CPMന്റെ താല്പര്യം എന്താണ്? വർഗീയം തന്നെയാണോ? അതല്ലാത്ത ഉത്തരം ഉണ്ടോ? അഫ്സൽ പറയണം, ആവർത്തിച്ച് പറയണം. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഇവിടെ ചോദിച്ച ചോദ്യങ്ങളിൽ ഇവിടെ പിന്നെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ചിഹ്നം ഒഴിവാക്കുന്നല്ല, പിന്നെ കൊടി ഒഴിവാക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ ഈ കൊടി ഒഴിവാക്കുന്ന സഖാവിനോടൊക്കെ പറയുന്നത്, വടകരയിൽ മണ്ടോടി കണ്ണെന്നൊരു സഖാവ് ഉണ്ടായിരുന്നു, പുസ്തകം വായിക്കുമെന്ന് വായിക്കണം. പോലീസിന്റെ മർദ്ദനമേറ്റ് സ്റ്റേഷനിൽ വീണ് കിടക്കുമ്പോ ആ രക്തമെടുത്ത് കൈകൊണ്ട് ആ ചുമരിലൊരു കാര്യം എഴുതി. എന്താണെന്നറിയോ? അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നാ എഴുതി വെച്ചത്. അത് വിറ്റവരാ ഞങ്ങളെ കൊടി എവിടെയെന്ന് പ്രേമം കാണിച്ച് ചോദിക്കുന്നത്. അത് ഓർമ്മ ഉണ്ടായാൽ മതി. പിന്നെ ഇവിടെ അടുത്ത കാലത്തെ കാണുന്ന ഒരു സ്വഭാവമുണ്ട്, ലീഗിനെ കുറിച്ച് P ജയരാജൻ നല്ലത് പറയാം, അപ്പൊ ഞങ്ങൾ EP ജയരാജൻ, അപ്പൊ ഞങ്ങൾക്ക് EP ജയരാജൻ അല്ലേ. അപ്പൊ അവിടുന്ന് എറണാകുളത്ത് നിന്ന് P രാജീവ്, അല്ല ലീഗ് ഭയങ്കര സംഭവമാണെന്ന് അവര്. അവസാനം മുഖ്യമന്ത്രി പറയാ ലീഗിന്റെ കൊടി അങ്ങനെ മാറ്റി വെക്കേണ്ട കൊടി ഒന്നല്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ രാഷ്ട്രീയത്തെ കുറിച്ച്. അതിന് CPM-ന്റെ നേതാക്കന്മാരെ സർട്ടിഫിക്കറ്റ് വേണ്ട. പിന്നെ വയനാട്ടിൽ എന്താ ലീഗിന്റെ കൊടി ഇല്ലാഞ്ഞ? UDF-ലെ ലീഗ് മാത്രമല്ല, ലീഗ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, CMP, ഞങ്ങൾ പല പാർട്ടികളുണ്ട്. ഒരാളും രാഹുൽ ഗാന്ധിയുടെ ജാഥയിൽ കൊടി പിടിച്ചില്ലെന്നേ. അത് ഞങ്ങൾ നിലപാടുണ്ട്. രാഹുൽ ഗാന്ധി ലീഗിന്റെയോ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകൾ മാത്രം സ്ഥാനാർത്ഥികളല്ല. ആനി രാജയുടെ നേതാവാണ് ഇന്ത്യ. കേരളം വിട്ടാൽ രാഹുൽ ഗാന്ധി. ആനി രാജയുടെ നേതാവാണ് രാഹുൽ ഗാന്ധി. ഇപ്പൊ പ്രവർത്തിക്കുന്ന ഘടകം കേരളമാണ്. അഫ്സലിന്റെ പാർട്ടിയുടെ ദേശീയ ഘടകമുണ്ട്. നാളെ എങ്ങാനും അഫ്സലിന്റെ ദേശീയ ഘടകത്തിൽ ഇട്ടാൽ രാഹുൽ ഗാന്ധിക്ക് അഭിവാദ്യം വിളിക്കേണ്ട ആളാണ്. ഇവിടെ വന്നിരുന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത്. ഞങ്ങൾ പറയുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യം. വേറെ കാര്യം കൂടെ ഉണ്ടോ? നവാസിനെ ദേശീയ ഘടകത്തിൽ ഇട്ടാലേ, നവാസിനെ ദേശീയ ഘടകത്തിൽ ഇട്ടാൽ യെച്ചൂരിക്ക് താങ്കൾ അഭിവാദ്യം വിളിക്കേണ്ടി വരും. ഞാൻ പറയുന്നു യെച്ചൂരിക്ക് അഭിവാദ്യം വിളിക്കാൻ PK നവാസിന് ഒരു മടിയില്ല. ഇന്ത്യ മുന്നണിക്ക് അകത്താണെങ്കിൽ, അല്ല അകത്തുമല്ല പുറത്തുമല്ല, 2 കാലും കാല് വെക്കുകയാണെങ്കിൽ സൗകര്യമില്ല വിളിക്കാൻ. അതാണ് നിലപാട്.
അഫ്സൽ മുസ്ലിം ലീഗിന്റെ കൊടി അരക്ക് കെട്ടുന്നതിൽ ഒരു പ്രശ്നവും PK നവാസിനില്ലെങ്കിൽ CPM ഒരു പ്രശ്നമില്ല. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ പ്രശ്നമല്ലേ? ഒരു പ്രശ്നം CPM എന്താ? അടുത്ത കാര്യം, ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ബഹളം ഉണ്ടാക്കുന്ന മുസ്ലിം ലീഗുകാർ വീട്ടിൽ പോയി 2 റൗണ്ട് പൊട്ടിക്കരയും. 2 റൗണ്ട് പൊട്ടിക്കരയും. കാരണം ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ച മുസ്ലിം ലീഗിന്റെ പച്ചപതാക ഒന്ന് ഉമ്മ വെച്ച് അവിടെ വെക്കും. ഗതികേട്, മുസ്ലിം ലീഗിന്റെ ഗതികേട്. 4 വോട്ടിനും 2 സീറ്റിനുള്ള ഗതികേട്. മുസ്ലിം ലീഗുള്ള പ്രത്യേക പ്രണയമൊന്നും സംശയം. ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിൽ പോയി ഈ കൊടി ഉയർത്താൻ പറ്റാത്തത് മുസ്ലിം ലീഗിനോട് ഇല്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, കാര്യം ചോദിക്കട്ടെ. ഞാൻ പറഞ്ഞോട്ടെ, 2 ചോദ്യത്തിൽ സങ്കടമുണ്ടോ എന്നതാണ് ചോദ്യം. കൊടി ഉയർത്താൻ പറ്റാത്തതിൽ സങ്കടമുണ്ടോ എന്നതാണ് ചോദ്യം. ഒന്നും പറയട്ടെ. ഞങ്ങൾക്ക് ഈ കൊടി ഉയർത്തുന്നതിനേക്കാളും ഞങ്ങൾക്ക് ഏറ്റവും വലുത് അഭിമാനം എന്ന് പറയുന്നത് ആശയം ആളുകൾ കാണാതെ കൊടി അരക്ക് കെട്ടുന്നതിൽ അഭിമാനമുള്ള സംഘടന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഈ ലോകത്താഴത്തെ സംഘടനയാണ്. മുസ്ലിം ലീഗിന്റെ കൊടിയെ കുറിച്ച് ഇനി ചർച്ചയൊന്നുമില്ല. കാണുന്ന നാട്ടുകാർക്ക് ലീഗിനെ കുറിച്ചല്ല ആശങ്ക. ഹിന്ദുത്വത്തോട് RSSനോട് മുഖാമുഖം ഫൈറ്റ് ചെയ്യാൻ തയ്യാറാകാതെ ഒളിച്ചു കടക്കുന്ന കോൺഗ്രസിന്റെ ഒളിമുഖം തുറന്നു കാണിക്കുകയാണ്. അതാണ് അജണ്ട. അതാണ് അജണ്ട. അല്ലാതെ പിന്നെ ഇന്ത്യ മുന്നണിയുടെ കാര്യം, ഇന്ത്യ മുന്നണി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നണിയൊന്നുമല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയ മുന്നണിയാണോ ഇന്ത്യ മുന്നണി? അങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ പറയും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാർ പറയും അത് അലയൻസ് ആണ്. പല വിയോജിപ്പുകളുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഒരുമിച്ച് നിൽക്കലാണ്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കലാണ് നിങ്ങളുടെ അജണ്ട എങ്കിൽ BJPയെ താഴെ ഇറക്കലാണ് ഞങ്ങളുടെ അജണ്ട. എനിക്ക് മറുപടി ഉണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. പൗരത്വ വിഷയത്തിൽ ഇതുവരെ കൃത്യമായ നിലപാട് എന്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നില്ല? നവാസ് മറുപടി പറ. ഡയറക്റ്റ് ചോദ്യമാണ്. മല്ലികാർജുൻ ഖാർഗെ ഇതുവരെ മറുപടി തന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ഈ ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ ആദ്യമായി ഉയർന്നു വന്ന 2019. 5 കൊല്ലം കഴിഞ്ഞു നവാസേ. ഇപ്പോഴത്തെ കാര്യം പറ. മല്ലികാർജുൻ ഖാർഗെയോട് മാധ്യമ പ്രവർത്തകർ ആലോചിച്ച് പറയാന്ന് പറഞ്ഞ ഉത്തരം എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല? 2019 ഇങ്ങനെ ഒരു ചർച്ച ഇന്ത്യയുടെ പാർലമെന്റിൽ ഉയർന്നു വരുന്ന സമയത്ത് ആദ്യം ഉയർന്ന ശബ്ദം കോൺഗ്രസിന്റേതാണ്. അവിടെ നിങ്ങോട്ട് ഞാൻ പറയാൻ അവിടെ നിങ്ങോട്ട് ഈ രാജ്യത്തിന്റെ തെരുവിലൂടെ മുഴുവൻ രാഹുൽ ഗാന്ധി നടന്നു പോകുമ്പോ അദ്ദേഹം പറഞ്ഞത് BJPയുടെ വർഗീയ അജണ്ട ആയിക്കോട്ടെ. അതിലൊക്കെ മല്ലികാർജുൻ ഖാർഗെക്ക് നേരെ ഉണരാത്തത് എന്തുകൊണ്ട്? ഒറ്റ ചോദ്യം. മല്ലികാർജുൻ ഖാർഗെക്ക് ഇപ്പോഴും അത് പറയാൻ നേരെ ഉണരാത്തത് എന്തുകൊണ്ട്? രാഹുൽ ഗാന്ധി പറയാത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിലപാടിലാണോ നിങ്ങൾക്ക് സംശയം? മല്ലികാർജുൻ ഖാർഗെയുടെ നിലപാടിലാണോ? അനുവാദത്തോടു കൂടി ഒരു ഇടവേളയ്ക്ക് കൂടി പോയി വരാം. കുരുക്ഷേത്രം പൊന്നാനിയിൽ നിന്നും ഇടവേളയ്ക്ക് ശേഷം ആകാശത്ത് വിരിയുന്ന ചന്ദ്രികയ്ക്ക് ആരുടെ മുഖമായിരിക്കും എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പൊന്നാനിയുടെ രാഷ്ട്രീയ മനസ്സിലുണ്ട്. ഗിരീഷേ, ഇടപെടലില്ലാതെ 2 മിനിറ്റ് ഇവിടെ ഉയർന്ന ചോദ്യങ്ങൾക്ക്. എനിക്ക് അവസരം കുറഞ്ഞു സമ്മതിച്ചു. ഞാൻ ഇവിടെ നേരത്തെ ചോദിച്ചു, ഒരു സുഹൃത്ത് ചോദിച്ചു പൊന്നാനിയിലെ എന്താണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ള തീരദേശ മേഖലയിൽ മത്സ്യസമ്പത്ത് യോജനയുടെ ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികൾക്ക് തീര മേഖലയിൽ ബോട്ടുകൾ തുടങ്ങിയിട്ടുള്ള ധാരാളം പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊന്ന് എൻ്റെ പൊന്നു സുഹൃത്ത് ഒന്നുകിൽ അറിയുന്നവരോട് ചോദിച്ചു മനസ്സിലാക്കി, അല്ലെങ്കിൽ വിളിച്ചാൽ കിട്ടും. പിന്നെ സ്കൂളുകൾ റെക്കോർഡാണെന്നേ. അടുത്ത സ്കൂളുകൾ പൊന്നാനിയിലെ 5 സ്കൂളുകൾ PMJVY ഫണ്ടിൽ ഉൾപ്പെടുത്തി 5 സ്കൂളുകൾ നവീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. നവീകരിച്ചു കഴിഞ്ഞു. തെയ്യങ്ങാട് സ്കൂള്, കടനാട് സ്കൂള്,
ഇവിടുത്തെ LP സ്കൂള്, ടൗൺ LP സ്കൂള് അദ്ദേഹത്തിന്റെ ഡിവിഷനിലുണ്ടോ? പറഞ്ഞോ. എല്ലാം PMJ കൗൺസിലറാണ്. അദ്ദേഹത്തിന്റെ ഡിവിഷനിലുണ്ടോ സ്കൂള്? പേര് പറയട്ടെ അദ്ദേഹം. PMJVKY, കടനാട് സ്കൂള്, സ്കൂള്, ഈ ടൗൺ LP സ്കൂള്, ശരി. അപ്പൊ അങ്ങനെ 5 സ്കൂളുകൾ പലതും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. പലതും നടന്നുകൊണ്ടിരിക്കുന്ന കടനാട് സ്കൂളിലെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ പേരില് പണി നിന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അത് പറയാം. എന്റെ സുഹൃത്ത്, എനിക്ക് ചോദ്യം ചോദിച്ച സുഹൃത്ത് എന്റെ വളരെ പ്രിയപ്പെട്ട ആളാണ്. അത് ചോദിച്ചു വോട്ട് ഷെയർ വിൽക്കിനെ കുറിച്ച് പറഞ്ഞു. 2014 ഈ മണ്ഡലത്തിൽ 74,000 വോട്ടുണ്ടായിരുന്നു BJPക്ക്. 2019 1,10,000 വോട്ട് കിട്ടി. 36 വോട്ട് വർദ്ധിച്ചിട്ടേ ഉള്ളൂ. ഒരു വോട്ട് ശബരിമല ഉണ്ടായിരുന്നു ആ പശ്ചാത്തലത്തിൽ. അല്ല, അതെ, വോട്ട് കൂടിയോ അദ്ദേഹം ചോദിച്ചിട്ടില്ല. അപ്പൊ അതന്നെയാണ്. അടുത്ത് മറ്റൊരു ചോദ്യം ചോദിച്ചത്, എന്താ പറയാ, നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു അബ്ദുൾ സമദ് സമദാനിയും ET മുഹമ്മദ് ബഷീറും എമാരല്ലേ അവിടെ പോകാൻ പാടുള്ളൂ. അപ്പൊ ഈ നിൽക്കുന്ന എന്റെ പ്രിയ സുഹൃത്ത് നവാസ് ഉൾപ്പെടെയുള്ള ആളുകളെ പരസ്യമായി ഈ വേദിയിൽ അദ്ദേഹം അപമാനിക്കൽ ചെയ്തെന്നുള്ളത് ഒരു ക്ഷമാപണം മൊത്തം ലീഗുകാർക്ക് അദ്ദേഹം കൊടുക്കണമെന്നൊരു അപേക്ഷയുണ്ട്. പിന്നെ BJPയുടെ വർഗീയതയെ കുറിച്ചിട്ട് UDF പ്രതിനിധി ചോദിച്ചു. BJPയുടെ വർഗീയതയെ കുറിച്ച് ചോദിച്ചു. കഴിഞ്ഞ ദിവസം വർഗീയ കക്ഷിയായിട്ടുള്ള PFIയുടെ പിന്തുണയോട് വർദ്ധിക്കുന്ന SDPI പിന്തുണ കൊടുത്തപ്പോ 4 ദിവസം കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ടി വന്നു. ഇവർക്ക് ആ പിന്തുണ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യാൻ. തീർച്ചയല്ലേ? പിന്നെ ഈ 2 കൂട്ടരും ഇവിടുന്ന് വിട്ട ഒരു സുഹൃത്ത് അവിടുന്ന് പറഞ്ഞു കിട്ടും, ഇവിടുന്ന് വിട്ടാൽ കൈമാരാണ്. എന്തിനാണ് ഇവർ ഇവിടെ ആളെ പറ്റിക്കുന്നത്? ഒന്നെങ്കിൽ ഇവര് ഒരുമിച്ച് നിന്ന് BJP കേരളത്തിലും ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ BJPയോട് ഒരു നോക്കാം. BJP കേരളത്തിൽ മാത്രമല്ലല്ലോ, ഇന്ത്യ മഹാരാജ്യത്ത് മൊത്തം മത്സരിക്കുന്നുണ്ട്. മുഴുവൻ ഇവര് ഒരു മുന്നണി മത്സരിക്കട്ടെ. പിണറായി വിജയന് തമിഴ്നാട്ടിൽ പോയി രാഹുൽ ഗാന്ധിയുടെ ഒപ്പം ഒരുമിച്ചൊരു വേദി പങ്കിടാമെങ്കിൽ, വോട്ടഭ്യർത്ഥിച്ചിട്ട് വേദി പങ്കിടാമെങ്കിൽ ഈ ഇലക്ടറൽ ബോണ്ട് അടക്കമുള്ള വിഷയങ്ങൾ നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രതിരോധത്തിൽ ഒരു കുഴപ്പമില്ല. നിയമാനുസരണം അഴിമതി അങ്ങനെ കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ടല്ലോ. പിന്നെ LDF കിട്ടിയിട്ടുണ്ടാവില്ല. ഗുണമില്ലാത്ത പാർട്ടിക്ക് ആരും വോട്ട് കൊടുക്കില്ലെന്നേ. എന്ത് ഗുണം? ബോണ്ട് വാങ്ങില്ല. എന്താണ് ഗുണം? കിട്ടില്ലെന്നേ. ബോണ്ട് കൊടുത്തോണ്ട് എന്ത് ഗുണം? കിട്ടില്ല. നിങ്ങൾ ED കേസിൽ ഒഴിവാക്കും. ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ഈ ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഭരിക്കുന്ന പാർട്ടി BJP ആണ്. 103 MPമാരുണ്ട്. 2024 BJPക്ക് കൂടുതൽ കിട്ടും. ED വിട്ട് ബോണ്ട് വാങ്ങുന്നു. പാർട്ടി മാറ്റാൻ വേണ്ടി കോടികൾ കൊടുത്ത് ബോണ്ട് വാങ്ങിക്കുന്നു. പ്രോജക്റ്റുകൾ കൊടുത്ത് ബോണ്ട് ആരോപണം ആർക്കും ഉന്നയിക്കാം. ഈ അങ്ങനെയാണെങ്കിൽ 1600 കിട്ടിയുള്ള കോൺഗ്രസും ബോണ്ട് കൊടുത്തതിൽ ആരാണുള്ളത്? കോൺഗ്രസിൽ ബോണ്ട് കൊടുത്തതിൽ കോൺഗ്രസിലുണ്ടോ എന്ന് ചോദിച്ചു. അതായത് കോൺഗ്രസും ബോണ്ട് വാങ്ങിയിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ മരുമകൻ DLF കൊടുത്തിട്ടുണ്ട്. അതാണ് നവാസാണ് മറുപടി പറയേണ്ടത്. അതിന് മുമ്പ് ചേട്ടാ ഇവിടെ എന്താ നിലപാട് പറഞ്ഞോ? പെട്ടെന്ന് പറയണേ. ലീഗിന്റെ നവാസിനോടാണ് ചോദ്യം. 3 പ്രാവശ്യം ഇവിടെ MP ET മുഹമ്മദ് ബഷീർ ആയിട്ടുണ്ട്. താങ്കൾ കഴിഞ്ഞ 24 ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്രയോ കോടി റുപ്യന്റെ വികസനം ET മുഹമ്മദ് ബഷീർ ചെയ്തിട്ടുള്ളത്. പിന്നെ ഒറ്റ ചോദ്യം, കേന്ദ്രത്തിന്റെ വിദ്യാലയം കേരളത്തിലെ 14 ജില്ലകളിലുണ്ട്. ഇവിടെ ഇത് തൊട്ടടുത്ത തൃശ്ശൂർ ജില്ല, ഇതിന്റെ തൊട്ടടുത്ത് പാലക്കാട് ജില്ല, ഈ 2 മണ്ഡലത്തിലുണ്ട് വിദ്യാലയം. ഈ പൊന്നാനി പാർലമെന്റിന്റെ അകത്ത് ET മുഹമ്മദ് ബഷീർ കേന്ദ്രത്തിന്റെ ഒരു വിദ്യാലയം കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ഒറ്റ ചോദ്യം. പിന്നെ ഒരു ചോദ്യം, ഇവിടെ പൊന്നാനി നിയമസഭ മണ്ഡലത്തിന്റെ അകത്ത് കഴിഞ്ഞ പ്രാവശ്യം ശ്രീരാമകൃഷ്ണൻ 5 കൊല്ലം MLA-യും 5 കൊല്ലം സ്പീക്കറായിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത വികസനം അല്ലാതെ ഇപ്പൊ തുടർന്ന് ബാക്കിയും നന്ദേട്ടം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ചെയ്ത വികസനമല്ലാതെ ഇവിടെ വേറെ കാണിക്കാൻ എന്തുണ്ട്? ET മുഹമ്മദ് ബഷീറിന് ഒരു വികസനം കാണിക്കാൻ? ആ 2 ചോദ്യങ്ങളുണ്ട്. മറുപടി ചോദിച്ചോ. എനിക്ക് പ്രധാനപ്പെട്ട നമ്മളെ PK നാസറാണ് ചോദിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ കാര്യം എന്താ വെച്ചാൽ ഇപ്പൊ പറഞ്ഞു പല ന്യായീകരണങ്ങൾ എന്ത് ലീഗിന്റെ കൊടി അറിയിൽ തീരുകയാണ്. കോൺഗ്രസ് ലീഗിനോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാല് 961 CD സാഹിബ് മരിച്ച സമയത്ത് സ്പീക്കർ ആവാൻ വേണ്ടിട്ട് CH മുഹമ്മദ് രാജ്യപ്പിച്ച ആൾക്കാണ് ലീഗേര്. അപ്പൊ ആ ലീഗർ എന്ത് ചെയ്യണം? ഇതില്ല, ഇതിന്റെ അപ്പുറം എന്ത് ചെയ്യും? മത്സരിക്കാനും പിന്തുണക്കാനും വേണ്ടി ചെയ്യും. അതാണ് ഒരു കാര്യം. പിന്നെ നേരത്തെ സുഹൃത്ത് പറയുന്നത് പൗരത്വ ബില്ലിനെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ച കോൺഗ്രസ് എന്ന് പറഞ്ഞത്. കേരളം അല്ലാതെ കോൺഗ്രസ് ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനം ഈ CAA-ക്കെതിരെ പ്രമേയം പാസ്സാക്കിയിട്ടുണ്ടോ? ഉണ്ട്. ഒന്നാം പഞ്ചാബാണ്. ആ പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാണ് ക്യാപ്റ്റൻ. അന്ന് ഇവരൊക്കെ പറയുന്നത് കേരളത്തിന്റെ ക്യാപ്റ്റൻ യഥാർത്ഥ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. ഏതാ പാർട്ടിയിൽ നിന്ന്?
BJP-ലാണ്. അതാണ് കോൺഗ്രസിന്റെ നയം. ഇന്ത്യയിൽ BJP ഇതര മുഖ്യമന്ത്രിമാരിൽ പൗരത്വത്തിന്റെ കേസ് വിളിക്കാത്ത സ്റ്റേറ്റിന്റെ പേരറിയോ? പേരറിയോ? 837 പേടിയാണെങ്കിൽ പറഞ്ഞു തരാം. കേരളം എന്നാ പേര്. കേരളം. മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാ. ആ കേസ് അറക്കടയിൽ വെച്ചിട്ടായി 837 കേസുകൾ 837 പരം കേസുകൾ കേരളത്തിൽ നിലവിലെടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ട്. അതിൽ നിന്ന് ചില 160 സംതിങ് കേസുകൾ ആകുള്ളൂ നിലവിലുള്ളൂ. ക്രിമിനൽ കേസുകൾ പിൻവലിക്കുന്നതിന് പിൻവലിക്കാൻ പറ്റുമോ? പിൻവലിക്കാൻ പറ്റില്ല. സമീപകാലത്ത് പാർലമെന്റിനകത്തുള്ള ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ 2 പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്ന് ശബരിമല പ്രതിഷേധത്തിന് സമയത്ത് ഇവിടുത്തെ ഭക്തജനങ്ങളെ LDF സർക്കാർ ദ്രോഹിക്കുന്ന പ്രതിഷേധമാണ്. അതിൽ കേരളത്തിലെ 13 MP പങ്കെടുത്തിട്ടുണ്ട്. ലീഗ് MP കോൺഗ്രസ് MP എന്നാൽ തൊട്ടടുത്ത ദിവസമാണ് ഗ്യാനോബി മസ്ജിദിനകത്തേക്ക് ഇതര മതസ്ഥർക്ക് ആരാധനാ സ്വാതന്ത്ര്യം വെച്ചുള്ള കോടതി ഉത്തരവ് വന്നത്. അതിനെതിരെ പ്രതിഷേധിക്കാൻ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ആകെ ഉണ്ടായിരുന്നത് 3 ലീഗിന്റെ MP മാത്രമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് കോൺഗ്രസിന് എൻ്റെ ചോദ്യം BJP-യുടെ പ്രതിനിധിയോട്, മുത്തലാഖ് എന്തിനാണ് നിരോധിച്ചത്? ആ മുത്തലാഖ് നിരോധിച്ചത് കൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലിയാൽ, അഫ്സലും നവാസും ഭാര്യയെ മൊഴി ചൊല്ലിയാൽ ഞങ്ങൾക്ക് ക്രിമിനൽ കുറ്റവും ഞങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. അരുൺകുമാറും നിങ്ങളും ഭാര്യയെ മൊഴി ചൊല്ലിയാൽ നിങ്ങൾക്ക് കേസില്ല. ഇത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ്, ഒറ്റ ചോദ്യം കൂടെ BJP പ്രതിനിധി, അങ്ങനെ ആ മാനദണ്ഡമാണെങ്കിൽ നരേന്ദ്രമോദി കല്യാണം കഴിച്ച പെണ്ണ് എവിടെ? അവരുടെ ഭാര്യ എവിടെ? 17 അഫ്സലിനോട് അടുത്ത ചോദ്യം. കേരളത്തില് ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അവിടെ RSSകാരൻ കൊല ചെയ്യപ്പെട്ടാൽ അതിന്റെ പ്രതികൾ മുസ്ലിങ്ങളായാൽ അവരെ തൂക്കിലേറ്റുകയും കൊല്ലപ്പെടുന്നത് മുസ്ലിങ്ങളും പ്രതികൾ RSSകാരുമായാൽ അവര് നെഞ്ചു വിരിച്ച് റോട്ടിലൂടെ നടക്കുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്താണ്? നമുക്ക് 30 സെക്കൻഡ് വരെ ഉള്ളൂ. നവാസ് പറഞ്ഞോ ചോദ്യം. ഞാൻ ഈ 30 സെക്കൻഡ് സമയം ഒറ്റ ഉത്തരം പറയാം. ET മുഹമ്മദ് ബഷീർ ഈ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന ചോദ്യം, അതിന്റെ ഉത്തരം ഒരു കുതിരയുമായിട്ട് അരുൺകുമാർ മണ്ഡലത്തിൽ വന്നിരുന്നു. അന്ന് മറുപക്ഷ സ്ഥാനാർത്ഥി ഹംസയോട് മൈക്ക് കൊടുത്തിട്ട് ചോദിച്ചു എന്താ പറയാനുള്ളത്. ഞങ്ങൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടില്ല. അന്ന് ഹംസ പറയാണ് ET മുഹമ്മദ് ബഷീർ ആണെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. അത്ര മതി. ET എന്തെന്നറിയാൻ അത്ര മതി. നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി മാധ്യമപ്രവർത്തകരോട് പറയാണ് ET ആണെങ്കിൽ ഉണ്ടാവില്ല, ഇവിടെ സമധാനിയാവും എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്ഥാനാർത്ഥി. വികസനത്തിന്റെ കാര്യത്തിൽ ഒന്ന് കുതിരയൊന്നും വേണ്ട, വണ്ടിയെടുത്ത് നവാസ തിരൂർ സ്റ്റേഷനിലേക്ക് ഒന്ന് പോയാൽ മതി. 23 ട്രെയിനുകൾ കൈവീശി കാണിച്ച് നിർത്താതെ പോകുന്നുണ്ട്. 23 ട്രെയിൻ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞു. ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത പേര് 11 ട്രെയിൻ അങ്ങോട്ട് പോകും, ആ ട്രെയിൻ ഇങ്ങോട്ട് പോകും. അതാണ് 22 ട്രെയിൻ. വിളമ്പുന്നത് എന്ത് കഷ്ടാണ്. സാങ്കേതികമായി 11 അവരുടെ വാദം കണക്കിലെടുക്കുകയാണെങ്കിൽ 11 ട്രെയിൻ എന്തുകൊണ്ട് നിർത്തുന്നില്ല? അപ്പൊ 22-ലെ 11 ആയല്ലോ. ഇനി 11 പറയുന്നത് കേരളത്തിലെ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയ്ക്ക് റെയിൽവേ സ്റ്റേഷന്റെ ദൂരം എടുത്ത് പരിഗണിച്ചാൽ ഏറ്റവും കുറവ് ദൂരമുള്ളത് കോഴിക്കോടും തിരൂരും തമ്മിലാണ്. ഇത്തവണ നിവേദിത എന്തുകൊണ്ട് ഇവിടെ നിന്ന് ജയിക്കണം? ഒരൊറ്റ വാചകത്തിൽ മറുപടി. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യമേ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചു മുത്തലാഖിന്റെ ചോദിച്ചു. നിയമാനുസൃതമായി വിവാഹബന്ധം ഏർപ്പെടുത്തുന്നതിന്
ഇവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? ഒരു തടസ്സമില്ല. അല്ലാതെ പാവപ്പെട്ട മുസ്ലിം നമ്മുടെ നാട്ടിൽ യൂണിഫോം സിവിൽ കോഡ് വന്നിട്ടില്ല സാർ. അപ്പൊ ശരീരത്ത് നിലവിലുണ്ട്. നാട്ടിലുണ്ട്. നമ്മൾ അതിലേക്ക് പോയി ചർച്ചയ്ക്ക് സമയത്തിന് സാധ്യതയില്ല. ഒറ്റ വാചകത്തിൽ മറുപടി. എന്തുകൊണ്ട് നിവേദിത ജയിക്കണം? മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം സ്ത്രീകളുടെ കണ്ണീരൊപ്പിയ നിയമമാണ് റിപ്പോർട്ടർ കുരുക്ഷേത്രം പൊന്നാനിയിൽ നിന്ന് യാത്ര പറയുമ്പോൾ ദേശീയ വിഷയങ്ങളും മണ്ഡലത്തിലെ വിഷയങ്ങളും പൊന്നാനിയിലും ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. പൊന്നാപുരം കോട്ടയിൽ ഇളക്കമുണ്ടാകുന്നുവെന്ന് 4-ാം തീയതി നമുക്കറിയാം. ഈ പൊന്നാനിയുടെ ആകാശത്ത് വിരിയുന്ന ചന്ദ്രൻ ആരുടെ മുഖമാണെന്ന് 4-ാം തീയതി നമുക്കറിയാൻ കഴിയൂ. മത്സരം കടുത്തതാണ്. വീണ്ടും കാണാം നാളെ നമുക്ക് കോഴിക്കോട് നിന്നും. അതുവരെ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.